വിളകൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകരുടെ പ്രതിഷേധം മൂന്നാം ദിവസവും തുടരുന്നു. ഡൽഹി അതിർത്തികളിൽ തമ്പടിച്ചാണ് പ്രതിഷേധം. കർഷകരുമായി കേന്ദ്ര സർക്കാരിന്റെ നിർണായക ചർച്ച വൈകിട്ട് 5 മണിക്ക് നടക്കും. ചർച്ച കഴിയും വരെ സമാധാനപരമായി പ്രതിഷേധിക്കാനാണ് കർഷകരുടെ തീരുമാനം. ശംഭു അതിർത്തിയിൽ നിതിൻ അംബുജൻ. നിതിൻ, ഏത് തരത്തിലുള്ള പ്രതിഷേധമാണിപ്പോൾ അതിർത്തിയിൽ കാണാൻ കഴിയുന്നത്? ശംഭു അതിർത്തിയിൽ സമാധാനപരമായി തന്നെയാണ് സമരം ഇപ്പോഴും തുടരുന്നത്. കർഷക സംഘടനകൾ കൂടുതൽ പേർ ഇപ്പോൾ ശംഭു അതിർത്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വൈകിട്ട് 5 മണിക്കാണ് കേന്ദ്ര സർക്കാരും കർഷക സംഘടനകളും തമ്മിലുള്ള ചർച്ച നടക്കാനിരിക്കുന്നത്. ഈ ചർച്ച പരാജയപ്പെട്ടാൽ കർഷകർ ഡൽഹിയിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ശംഭു അതിർത്തിയിലെ കാഴ്ചകൾ ഇപ്പോൾ കാണാം. നിരവധി കർഷകരാണ് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഒരു തരത്തിൽ പോലും സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതാണ്ട് കിലോമീറ്ററോളം കർഷകരുടെ ട്രാക്ടറുകൾ ഇപ്പോൾ നിരന്തരമായി ഇവിടെ നിലയുറപ്പിച്ചു. അതോടൊപ്പം തന്നെ പോലീസിന്റെ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടക്കാനുള്ള സർവ്വസന്നാഹവുമായിട്ടാണ് കർഷകർ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ചർച്ച പരാജയപ്പെട്ടാൽ ഡൽഹിയിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്ന ശംഭു അതിർത്തിയിൽ നിന്നും തൊട്ടപ്പുറത്തെ, അതായത് ഹരിയാന മേഖലയിലെ കാഴ്ചകൾ നമുക്ക് കാണാം. കർഷകരുടെ നീക്കത്തെ തടയാനായി സർവ്വസന്നാഹവുമായി ഇപ്പോൾ പോലീസ് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഏതാണ്ട് ദേശീയപാത പൂർണ്ണമായും അടച്ചിരിക്കുന്നു. അതോടൊപ്പം ടിയർ ഗ്യാസ് പ്രയോഗിക്കാനുള്ള എല്ലാ സർവ്വസന്നാഹവുമായി ഈ പാലത്തിന്റെ മുകളിൽ പോലീസും കേന്ദ്രസേനയും നിലയുറപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പോലീസ് കഴിഞ്ഞ ദിവസം ഇവിടെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചത് വലിയ സംഘർഷങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. കർഷകരെല്ലാം തന്നെ ആശുപത്രിയിലേക്ക് പ്രവേശിക്കേണ്ട സാഹചര്യമുണ്ടായി. കൂടാതെ പോലീസിന്റെ ഡ്രോൺ പ്രയോഗത്തെ ചെറുക്കാനുള്ള കർഷകരുടെ നീക്കം പട്ടം പറത്തി കർഷകർ ഈ ഡ്രോൺ പ്രയോഗത്തെ ചെറുക്കാനും കർഷകർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പോലീസിന്റെ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ പ്രതിരോധിക്കാൻ കഴിയുമോ അതെല്ലാം തന്നെ മറികടന്ന് മുന്നോട്ട് പോകുക തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള ഒരു സമരം ഇപ്പോഴും ശംഭു അടക്കമുള്ള അതിർത്തികളിൽ തുടരുന്നു. ശംഭു അതിർത്തിയിൽ നിന്നും കർഷകർ മുന്നോട്ട് പോയാൽ സ്വാഭാവികമായിട്ടും അംബാലി അടക്കമുള്ള സ്ഥലങ്ങളിലും സമാനമായി തന്നെ പോലീസിന്റെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ഇതെല്ലാം മറികടന്ന് വേണം കർഷകർക്ക് മുന്നോട്ട് പോവുക. എന്തായാലും ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർ ഒന്നിച്ച് തന്നെ സംയുക്തമായി തന്നെ ഡൽഹിയിലേക്ക് പോകുക എന്ന് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അതെല്ലാം ഇന്ന് വൈകിട്ട് 5 മണിയുടെ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. എന്തായാലും വൈകിട്ട് 5 മണിക്കുള്ള ചർച്ച പരാജയപ്പെട്ടാൽ മാത്രമേ കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങുകയുള്ളൂ. ശംഭുവിൽ സന്ദീപ് പാലിക്കിനൊപ്പം നിതിൻ അംബുജൻ, 24. ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കാനിരിക്കുന്ന ചർച്ച വളരെ പ്രധാന